ഓക്കെ, റിബി ആൻഡ് അരുൺ എവിടുന്ന് വരുന്നു? ഞാൻ ഇടുക്കി കട്ടപ്പന. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. അല്ല, അങ്ങോട്ട് നോക്കണ്ട, ഞാൻ ഇങ്ങനെയാ വിളിച്ചേ. ഓക്കെ, എടത്തുനിന്ന് വരുന്നു. അപ്പൊ നിങ്ങൾ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? അരുൺ എന്താ പെർഫോം ചെയ്യുന്നത്? ഞാൻ സ്പോട്ട് ഡബ് ആണ്. ഓക്കെ, റിബി വോയിസ് ഇമിറ്റേഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം വോയിസ് ഇമിറ്റേഷൻ കേൾക്കാം, അത് കഴിഞ്ഞിട്ട് സ്പോട്ടിലേക്ക് പോവാം. ശരി, തുടങ്ങാം. തലയജിത്ത്. യെസ്. என்ன சார் சும்மா பணம் பணம்ட்டு வாழ்க்கையில் ஒரு தடவை அழாத பணக்காரனும் இல்லை, ஒரு தடவை சிரிக்காத ஏழையும் இல்லை. கரெக்டாக பங்காளி தெரிஞ்சு வச்சிருக்கிறேன். பணத்துக்காக என்ன வேணும்னாலும் செய்வேன். ஆனால் தன்மானத்துக்கு ஒரு தகராறுனா தலையே போனாலும். അടിപൊളി. താങ്ക് യു. പവർഫുൾ പെർഫോമൻസ്. താങ്ക് യു. ഓക്കെ, നമുക്കിനി അടുത്തത് കേട്ട് പോയാലോ? യെസ്, നെക്സ്റ്റ്. അടുത്തെന്ന് പറഞ്ഞാൽ ഒരു മിമിക്രി കലാകാരൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ വോയിസ് അനുകരിക്കുക എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ശ്രീ പ്രകാശ് രാജിൻ്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ അനുകരിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വോയിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്യാൻ ആഗ്രഹം, എൻ്റെ ആഗ്രഹം പറഞ്ഞു. ശരി, ഓക്കെ, അപ്പൊ അതോടെ തന്നെ സാധിക്കട്ടെ, നമുക്കത് കേൾക്കാം. താങ്ക് യു. അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസ്. எந்தரடி நாம் பேசினாலும் கேட்குமா? எந்தரடி நாம் பேசினாலும் கேட்குமா? என்ற அடை நன்றி கட்ட பண்ணாடைகளா காசு பேசுறேன். என்ன புதுசா கூறுங்க? ஏதோ இது வரைக்கும் மைசூர் பேலஸ் வாந்த மாதிரியும் இப்பதான் புதுசா அடித்தடி பாக்குற மாதிரியும் விடாரு விட்டுருங்க. நீங்க தங்குறது திங்கிறது தூங்குறதுக்கு எல்லாம் நான் போட்ட பிச்சை. எனக்காக அடி வாங்குறது மட்டும் இல்ல, செத்தா கூட കേൾക്കുന്നത് പ്രൈസ് നടക്കും. ഗംഭീരം, സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ അരുൺ ബ്രോ വെയിറ്റ് ചെയ്യാണ് സ്പോട്ട് ഡബിന് വേണ്ടി. അതിന് മുമ്പ് നമുക്ക് ഒരു വോയിസും കൂടെ കേൾക്കാം. ഓക്കെ, അത് ഒരുപാട് ഇഷ്ടമുള്ള നടനാണ് ശ്രീ ബാലചന്ദ്രൻ മേനോൻ സാർ. അദ്ദേഹത്തിന്റെ അവാർഡ് ലഭിച്ച സിനിമയാണ് സമാന്തരങ്ങൾ എന്ന് പറയുന്നത്. അതിലൊരു സെന്റി ഡയലോഗ്. മോനെ, കൃത്യമായി പറഞ്ഞാല് 26 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. 26 വർഷങ്ങൾക്ക് മുമ്പ് രാജപാളയം എന്ന റെയിൽവേ സ്റ്റേഷനുണ്ട്. അവിടെ എൻ്റെ പൊന്നുമോനെ പ്രസവിക്കുന്നതും കാത്ത് സ്റ്റേഷനിൽ നിന്റെ ബാപ്പ നിസ്കരിച്ചൊറ്റ ഇരിപ്പ. അത് വെച്ച് നോക്കുമ്പോ ഈ കാത്തിരിപ്പ് ഒരു കാത്തിരിപ്പേ അല്ല, നന്നായി വരും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മാസ്റ്റേഴ്സ് ഒരാളും കൂടി ഉണ്ട്, നമുക്ക് അദ്ദേഹത്തിലേക്ക് പോവാം. യെസ്, അരുൺ ബ്രോ, എന്താണ് ഇത് പെർഫോം ചെയ്യാൻ പോകുന്നത്? സ്പോട്ട് ഡബ് ആണല്ലേ? നമുക്ക് കാണാം. സ്പോട്ട് അവിടെയാണ്, അവിടെ തകർക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ராயப்பன், கலெக்டர் ஆஃபீஸில் முக்கியமான ஒரு மீட்டிங் வச்சுருக்காங்க. மினிஸ்டர் கூட வந்திருக்கார், உங்களை வர சொன்னாங்க. கலெக்டர் ஆஃபீஸ் தானே, வந்துடுறேன் போங்க. இல்லை ராயப்பன், கையோட கூட்டு வர சொல்லியிருக்காங்க. போங்க, வந்துடுறேன். வாங்க. என்ன கைய பிகில் உள்ள போ, போ உள்ள போ. புள்ள மேட்ச் கிளம்பிட்டு இருக்கான், போயிட்டு என் முன்னாடி எவனும் நிக்க முடியாது. நான் நிப்பேன். எதுக்குறியா? தடுக்கிறேன், ஜெயிப்பேன். இந்த சிவா இல்லாம சக்தி இல்ல. சக்தி இல்லாம எவனும் இல்ல. ജോസഫ് കുരുവിള. ജോസഫ് മുമ്പ് എവിടെയോ കണ്ടതുപോലെ. ജാർഖണ്ഡില് നമ്മൾ ഒരുമിച്ച് IPS ട്രെയിനിങ്. അയ്യോ സാറേ, ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുരുവിള, ഇതാണ് എൻ്റെ നാട്. ഞാനിവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ വെള്ളിപ്പച്ചൊന്നിക്കുള്ള ചതി കഴിഞ്ഞപ്പോൾ ചെങ്കുരുവിള. ഇപ്പം ഞാൻ ഒരു ചെറിയ ആക്സിഡൻറ്റ് അറിയാണ്ട് ചേട്ടൻ്റെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനി അതിൻ്റെ മേലൊരു പ്രശ്നം വേണ്ട, അതാ പ്രാർത്ഥിച്ച് മേടിക്കാൻ വന്നു. ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ തോന്നിക്കണോ? സേതു, എനിക്കിപ്പോൾ തോന്നുന്നത് നീ തമ്പി ரத்தம். எனக்கு தேவை அந்த வாட்ச், அது கொடுத்துரு. நான் உன்னையோ உன் குடும்பத்தையோ ஒன்றும் செய்ய மாட்டேன். அது வாங்கிக்கிட்ட போய்க்கிட்டே இருப்பேன். அது வாட்ச் மெக்கானிக், இதெல்லாம் எனக்கு சர்வசான ஒரு விஷயம். நீ சேதுராமோட அண்ணன்னா, நான் സേതുരാമയുടെ പുള്ളടാ. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ
മഹിഴ്മതി പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിച്ചു കൊള്ളാമെന്ന് മഹാരാജ പൽവാൽ ദേവന്റെ പടത്തലവനായി പദവിയേറ്റ് ശങ്കയില്ല പക്ഷപാരഹിതനായി നീതി നിർവഹണം നടത്താനും ജീവത്യാഗം ചെയ്യാനും മടിക്കില്ല എന്ന് രാജമാതാ ശിവഗാമി ദേവിയെ സാക്ഷിയാക്കിയെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. ഗംഭീരമായിരുന്നു. പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും. അളിയൻ എന്നാ അളിയ പറയാനുള്ള? അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പറായിരുന്നു. ആ ഗംഭീരമായിരുന്നു, സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഹോ, ഇനി നമുക്ക് വെടിക്കെട്ട് പോലെ കേൾക്കാം. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നിന ഈ +2 എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ ഏകദേശം 17-18 വയസ്സല്ലേ ഉള്ളൂ നിനക്ക്? 18 വയസ്സ്. ഈ 18 വയസ്സിലാണ് ഈ ഇത്രയും വെറൈറ്റി വോയിസ്, അതും സിനിമയിൽ ഭയങ്കരമായിട്ട് ശബ്ദം കൊണ്ട് മാത്രം ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കയറി ഇടിച്ചു കയറിയ 3-4 പേരെ നീ വളരെ പുഷ്പം പോലെ ഇവിടെ നിന്ന് ചെയ്യുന്നതാണ് ഇപ്പോഴുണ്ടല്ലോ. താങ്ക് യു സർ. പൊളിച്ച് ചേട്ടനൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് വിജയുടെ ഒക്കെ. പിന്നെ കുഞ്ഞിലോട്ടെ വിജയ് ഫാനാണ്. അപ്പം അങ്ങനെ കേട്ട് കേട്ട് കുഞ്ഞിലോട്ട് 8ാം ക്ലാസ് തൊട്ട് ചെയ്യുമായിരുന്നു. അല്ലാതെ അങ്ങനെ അപ്പൊ സൗണ്ട് ഒന്നും ആയില്ല. പത്തി വെച്ച സൗണ്ട് ഇങ്ങനെ ആകുന്നേ. പിന്നെ അത് കഴിയുമ്പോഴത്തേനും പിന്നെ സ്റ്റേജിലൊക്കെ ചെയ്തു, സ്കൂളിൽ ആനുവൽ ഡേക്ക് ഒക്കെ ചെയ്ത് അവരെ മുമ്പിൽ വെച്ച് ചെയ്തിരുന്ന നെട്ടി പോവും അല്ലേ ശരിക്കും. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കിട്ടും. കിട്ടും ഉറപ്പാ. എന്റെ ഈ ആറ്റിറ്റ്യൂഡും സംസാര ശൈലിയൊക്കെ വിനീത് ശ്രീനിവാസന്റെ ഒരു ശൈലിയിലാണ് സംസാരിക്കുന്നത്. യെസ് പകർച്ചേട്ടാ എന്നെ പറയാനുള്ള ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ്. എടുത്തോക്കാരൻ ചങ്ങാതി അതെ നമ്മുടെ അതെ പൊളിച്ചടിക്കും. 3 സ്റ്റാർ. 3 പറയത്തില്ലേ, എണ്ണം പറഞ്ഞ 3 പറയത്തില്ലേ, അതാണ് ചെയ്തത്. ബാലേന്ദ്രൻ മേനോൻ സാറിനെ ഒരുപാട് പേര് ഈ കുറച്ച് മുമ്പൊക്കെ ആരും മിമിക്രി കളിക്കാൻ വന്നാലും അതിലൊന്ന് ബാലേന്ദ്രൻ മേനോൻ സാറായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് അങ്ങനെ അധികം അദ്ദേഹത്തെ ചെയ്യാറില്ലായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വോയിസ് 100-ൽ 100 കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അടിപൊളിയായിരുന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, പ്രകാശ് രാജ് സാറിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഉടനെ തന്നെ സംഭവിക്കട്ടെ. കാരണം അതൊക്കെ അദ്ദേഹം മലയാളത്തിലൊക്കെ അഭിനയിക്കാനായിട്ട് ഇവിടെ വരുന്ന സമയത്ത് ധൈര്യമായിട്ട് സെറ്റിൽ ചെല്ലുക, കാണുക, എന്നിട്ട് സാർ ഞാൻ സാറിനെ അനുകരിക്കും ഒന്ന് ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ ചെയ്യാനേ പറയുള്ളൂ. അത്ര ഇതിൽ വേറൊരു കാര്യം, സൂര്യയുടെയും പിന്നെ വിജയുടെ ഒക്കെ കൂടെ നീ അഭിനയിച്ചല്ലേ? അഭിനയിച്ചാണ്. അതിനുള്ള ഭാഗ്യം കിട്ടിയാണ്. അതിലേക്ക് ഞാൻ വരിക. അല്ല, പുള്ളിക്ക് പ്രകാശ് രാജ് സാറിനെയാണ് കാണേണ്ടത്. അതെ, അദ്ദേഹത്തിന് മുമ്പിലാണ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ധൈര്യമായിട്ട് പോവാം. അത് എവിടെയെങ്കിലും ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഇഷ്ടംപോലെ ആയി അല്ലേ? അതെ. ഇനിയിപ്പം നമ്മുടെ അരുൺ മോനെ, നീ പുലിയാണ് കേട്ടോ. വെറും പുലിയില്ല, ഒരു സിംഹം എന്ന് നമുക്ക് പറയല്ലേ എന്ന് പറഞ്ഞവൾ തയ്ച്ചതാണ്. കാരണം വിജയ് സാറിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ സ്ലാങ് വരെ പിടിച്ചിട്ടാണ് ആ മലയാളം പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലായിരുന്നു. അതൊരു +2കാരനാണ് നിന്ന്. ഇപ്പം അതിന് മുകളിൽ ഇപ്പം വിട്ട് +2 എന്ന് ഞങ്ങൾ പറയുള്ളൂ. ഒരു +2കാരൻ്റെ വോയിസ് അല്ല അത്. അത് മാത്രമല്ല, ഇവരൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ചെയ്തിരിക്കുന്ന സീക്വൻസാണ്. അതാണ് നീ കൂളായിട്ട് നിന്നിട്ട് ഒരു റീടേക്കും ഇല്ലാതെ ഇത്രയും സംഭവങ്ങൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ മഹാത്ഭുതങ്ങളെയാണ് സ്ക്രീനിൽ നമ്മൾ കണ്ടത്. അത് അതിനോടൊരു സ്വല്പമെങ്കിലും നീതി പുലർത്തുക എന്ന് പറയുന്നത് സ്വല്പമല്ല നീതി പുലർത്തിയത്. തത്തുല്യമായ രീതിയിൽ മോൻ ഈ ഒരു ഇതിൽ നിന്നോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഓൾ ദ ബെസ്റ്റ് രണ്ടുപേരും. താങ്ക് യു അരുൺ, താങ്ക് യു റിബി. അപ്പൊ എങ്ങനെയാണ് മാസ്റ്റർ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള നമ്മുടെ സ്റ്റാർ റേറ്റിംഗ് ആണ് നമ്മൾ ഇനി കൊടുക്കേണ്ടത്? ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും പെർഫോമൻസ് അനുസരിച്ചിട്ട് 5 സ്റ്റാർ കൊടുക്കണം. അതെ. പക്ഷെ 5 സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് അടുത്ത പ്രാവശ്യം വരാനായിട്ടൊരു മടി, ഞങ്ങൾക്ക് 5 സ്റ്റാർ കിട്ടി, ഇനി വരില്ലെന്ന് പറയും. അതുകൊണ്ട് ഇനിയും നിങ്ങൾ വരണം. ആ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കുള്ളൊരു കൊതി കൊണ്ട് ഇപ്പൊ ഞങ്ങൾ 4 സ്റ്റാർ തരുള്ളൂ. സൂപ്പർ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും 4 സ്റ്റാർ ആണ് ലഭിച്ചിരിക്കുന്നത്.